നമസ്കാരം. സി ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കോട്ടയം ജില്ലയിൽ വ്യാപക മഴക്കെടുതി. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലയോര മേഖലകളിൽ വിനോദസഞ്ചാരത്തിന് വിലക്ക്. മത്സ്യബന്ധനത്തിനും വിലക്ക് തുടരുന്നു. കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. എക്സൈസ് നയത്തിൽ ടൂറിസം വകുപ്പിന് കാര്യമില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം പൊളിയുന്നു. UDF ഭരണകാലത്ത് മദ്യനയത്തിന്റെ മാറ്റത്തെക്കുറിച്ച് പഠിക്കുവാൻ ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരെ നിയോഗിച്ചതായി കണ്ടെത്തൽ. രേഖകൾ കൈരളി ന്യൂസിന്. സംസ്ഥാനത്ത് 1 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. പെൻഷൻ വിതരണത്തിനായി ധനവകുപ്പ് മാറ്റിവെച്ചത് 9,000 കോടി രൂപ. വിഷു ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക്. KSU ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ കടുത്ത നിലപാടുമായി കെ സുധാകരൻ. സംസ്ഥാന പ്രസിഡന്റ് എലോഷ്യസ് സേവ്യറിനെ മാറ്റാൻ ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കത്ത് നൽകും. സുധാകരന്റെ നീക്കം KPCC അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ. ഏഴാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. മോദി മത്സരിക്കുന്ന വാരണസി അടക്കം 57 മണ്ഡലങ്ങൾ ജനവിധി തേടും. സംസ്ഥാനത്ത് മഴക്കെടുതി നേരിടാൻ തുറന്നത് 26 ദുരിതാശ്വാസ ക്യാമ്പുകൾ. 598 കുടുംബങ്ങളിലായി 1770 പേരെ മാറ്റി പാർപ്പിച്ചു. തിരുവനന്തപുരത്ത് 5 ദുരിതാശ്വാസ ക്യാമ്പുകളും കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ 8 വീതം ദുരിതാശ്വാസ ക്യാമ്പുകളും കോട്ടയത്ത് 3ഉം എറണാകുളത്ത് 2 വീതം ക്യാമ്പുകളുമാണ് തുറന്നത്. ഒരു രാത്രിയും പകലും നീണ്ട കനത്ത മഴയിൽ കൊല്ലം ജില്ലയിൽ വ്യാപക നാശം. വീടുകളിൽ വെള്ളം കയറി. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ചതുർകോണ മത്സരം നടക്കുന്ന പഞ്ചാബിൽ BJP നേരിടുന്നത് വലിയ വെല്ലുവിളി. കൂടെ നിന്ന് ശിരോമണി അകാലിദൾ ഇത്തവണ സഖ്യം വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിന് പുറമെ BJP റാലികളിലെ മുൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ അഭാവവും പ്രതിസന്ധിയാണ്. ഹരിയാനയ്ക്ക് സമാനമായി പഞ്ചാബിലും BJPക്ക് പ്രതിസന്ധിയായി കർഷക സമരം. ഹരിയാന പഞ്ചാബ് അതിർത്തിയായ ശംഭുവിൽ കർഷകർ ഇപ്പോഴും സമരം തുടരുകയാണ്. ഉത്തർപ്രദേശിലും ബീഹാറിലും ആവേശം വാരി വിതറി ഇന്ത്യ സഖ്യ നേതാക്കളുടെ പര്യടനം. രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ ജീവൻ നൽകാനും തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി. കന്യാകുമാരിയിലും കേദാർനാഥിലും ധ്യാനിക്കാൻ പോകുന്ന മോദി ഇടയ്ക്ക് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൂടി കണ്ണോടിക്കണം. മധ്യപ്രദേശിൽ ഒരു പാവം പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും പരാതി നൽകിയ കുടുംബത്തിലെ അംഗങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ബീഹാറിൽ വോട്ടെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ബാക്കിയുള്ള 8 മണ്ഡലങ്ങളിലാണ് ജനവിധി. കർഷക വോട്ടുകളേറെ നിർണായകമായ സംസ്ഥാനത്ത് BJP വലിയ പ്രതിസന്ധിയിലാണ്. രാജ്യത്തെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ കോട്ടയത്തിനും ഒരു പേരുണ്ട്. 1952 ആദ്യ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ വോട്ട് ചെയ്തത് കോട്ടയം പാർലമെന്ററി നിയോജക മണ്ഡലത്തിലാണ്.
മറയൂരിൽ കാലിന് പരുക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ലഭ്യമാക്കി വനം വകുപ്പ്. ആനയെ മയക്കുവെടിവെച്ച് മയക്കിയ ശേഷമാണ് ചികിത്സ നൽകിയത്. ആനയുടെ മുൻഭാഗത്തെ ഇടത് കാലിനാണ് പരുക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മൂന്നു മാസം മുൻപ് ഗൾഫിൽ കാണാതായ മകനെ കാത്തിരിക്കുകയാണ് വയനാട് 6 മൈൽ സ്വദേശി ജാസ്മിൻ. മകൻ അഫ്സൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഇവർക്കറിയില്ല. സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയ പ്രഭാവർമ്മയ്ക്ക് തിരുവനന്തപുരത്തെ വൈഷ്ണവം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണവും ആദരവും നൽകി. ഗൗരി പാർവതിഭായ് പ്രഭാവർമ്മയെ ആദരിച്ചു. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കുന്ന മലബാർ ഗ്രൂപ്പിന്റെ ഹംഗർ ഫ്രീ വേൾഡ് പദ്ധതി കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു. പദ്ധതി വിപുലീകരണത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നടന്ന ചടങ്ങിൽ ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള നിർവഹിച്ചു. KSU ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ കടുത്ത നിലപാടുമായി K സുധാകരൻ. സംസ്ഥാന പ്രസിഡന്റ് എലോഷ്യസ് സേവ്യറിനെ മാറ്റാൻ ആവശ്യപ്പെട്ട് K സുധാകരൻ ഹൈക്കമാൻഡിന് കത്ത് നൽകും. ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തിലെ മുമ്പാല വാർഡിൽ മെയ് വസന്തം സംഘടിപ്പിച്ചു. പ്രശസ്ത സിനിമാ സീരിയൽ താരം വഞ്ചിയൂർ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ പേർക്കും സ്നേഹാദരവ് നൽകി. കോഴിക്കോട് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിലുണ്ടായ വാഹനാപകടത്തിൽ പരുക്കേറ്റയാൾ മരിച്ചു. കുറുവങ്ങാട് മാവിൻചുവട് സ്വദേശി വേണു എന്ന ആണ്ടിയാണ് മരിച്ചത്. ബസ് പിന്നിലേക്ക് എടുക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. പാട്ടുപാടിയും സംഘാടകനായും അരനൂറ്റാണ്ട് പിന്നിട്ട സംഗീത ജീവിതം K സലാമിന് കോഴിക്കോട് പൗരാവലി സ്നേഹാദരമൊരുക്കി. കലാകാരന്മാരെ ആദരിക്കുന്നതിൽ കോഴിക്കോട് മാതൃകയെന്ന സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞു. പോളയും മാലിന്യങ്ങളും തിങ്ങി ഒഴുക്ക് നിലച്ചതോടെ മലയൻ കനാൽ കര കവിഞ്ഞൊഴുകിയതോടെ നിരവധി വീടുകൾ വെള്ളത്തിലായി. നഗരസഭ 22-ാം വാർഡിൽ വെളയവയിൽ ഭാഗത്ത് 20ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. വരും ദിവസങ്ങളിൽ മഴ രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പുകൾ ലഭിച്ചതിനാൽ ജില്ലയിലെ എലിവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽക്കല്ല്, മാർവല അരുവി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും നിരോധിച്ചു. കായൽ വിനോദസഞ്ചാരത്തിനായി ജലഗതാഗത വകുപ്പ് ആരംഭിച്ച വേഗ സീ കുട്ടനാട് ബോട്ടുകൾ ഈ അവധിക്കാലത്തും റെക്കോർഡ് കളക്ഷൻ നേട്ടത്തിൽ. സീസൺ ആരംഭിച്ചതോടെ ദിവസവും 2 ബോട്ടിലും ഹൗസ്ഫുള്ളാണ് സഞ്ചാരികൾ. ശക്തമായ മഴയിൽ വെള്ളക്കെട്ടുണ്ടായി ജനജീവിതം ദുസ്സഹമായതിനാൽ തോട്ടപ്പള്ളി പൊഴിമുഖം മുറിച്ചു. ഇതോടെ കടലിലേക്ക് വെള്ളത്തിന്റെ ഒഴുക്ക് ആരംഭിച്ചു. 8 ഹിറ്റാച്ചി ഉപയോഗിച്ചാണ് 240 മീറ്റർ നീളത്തിലും 20 മീറ്റർ വീതിയിലും 2.5 മീറ്റർ ആഴത്തിലും മണൽ നീക്കി നീരൊഴുക്കിന് ചാല് കീറിയത്. കുമ്പള സ്കൂൾ റോഡിൽ തലങ്ങും വിലങ്ങും അലക്ഷ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം ഗതാഗത തടസ്സം നേരിടുന്നതായി പരാതി. കുമ്പള ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂൾ റോഡിൽ ഓവുചാലിന് സംരക്ഷണ ഭിത്തിയും കോൺക്രീറ്റ് മൂടിയും സ്ഥാപിച്ചിരുന്നു. കോഴിക്കോട് സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് 17-കാരന് ദാരുണാന്ത്യം. കോഴിക്കോടുള്ള സ്വദേശി KK അമർനാഥാണ് മരിച്ചത്. ദില്ലി കലാപവുമായി ബന്ധപ്പെട്ട് UAPA ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട JNU മുൻ വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ തള്ളി കോടതി. ഡൽഹി കർക്കർദുമ കോടതി അഡീഷണൽ സെഷൻസ് ജഡ്ജി സമീർ ബാജ്പേയിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്.
ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയുടെ ഭാഗമായ ഇന്ത്യൻ വനിതാ അംഗത്തിന് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം. UN ദൗത്യത്തിന്റെ ഭാഗമായി കോങ്കോയിൽ സേവനമനുഷ്ഠിച്ച മേജർ രാധിക സെന്നാണ് പുരസ്കാരത്തിന് അർഹയായത്. റഷ്യയിൽ നിന്ന് പ്രതിമാസം 30 ലക്ഷം ബാരൽ എണ്ണ വാങ്ങാനുള്ള കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ കമ്പനിയായ റിലയൻസ് റഷ്യയുടെ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റുമായാണ് റിലയൻസ് 1 വർഷത്തേക്കുള്ള കരാറിൽ ഒപ്പുവെച്ചത്. റമാൽ ചുഴലിക്കാറ്റിന് പിന്നാലെയുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ മിസോറാമിൽ കനത്ത നാശനഷ്ടം. വിവിധയിടങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലിൽ 15 പേർ മരിച്ചു. ഐസ്വാൾ ജില്ലയിലെ കരിങ്കൽ ക്വാറിയിലുണ്ടായ മണ്ണിടിച്ചിലിലാണ് 11 പേർക്ക് ജീവൻ നഷ്ടമായത്. BJPയിൽ ചേരാൻ തനിക്കുമേൽ സമ്മർദ്ദമുണ്ടെന്ന് ആരോപിച്ച് ഡൽഹി മന്ത്രിയും ആം ആദ്മി പാർട്ടി മുതിർന്ന നേതാവുമായ അതിഷിക്ക് സമൻസ് അയച്ച കോടതി. BJP വക്താവ് പ്രവീൺ ശങ്കർ കപൂർ നൽകിയ മാർദ്ദിഷ്ട കേസിൽ ഡൽഹിയിലെ കോടതിയാണ് സമൻസ് അയച്ചത്. ഉത്തർപ്രദേശിലെ കൊലപാതക കേസിൽ ഒളിവിലായ പ്രതിയെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് സ്വദേശിയും ദീപക് ആഗ്രോല കരംബീർ കാല എന്ന ഗുണ്ടാ സംഘത്തിലെ അംഗവുമായ കൈലി തൻവാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 25,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ സഹ ഉടമയും മരിച്ചതായി സ്ഥിരീകരിച്ചു. TRP ഗെയിം സോണിന്റെ ഉടമകളിൽ ഒരാളായ പ്രകാശ് ഹിരാനാണ് മരിച്ചത്. DNA പരിശോധനയിലൂടെയാണ് മരിച്ചത് പ്രകാശ് ഹിരാനാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ചൊവ്വാഴ്ച ന്യൂഡൽഹിയിലെ പല പ്രദേശങ്ങളിലും തീവ്രമായ താപനില രേഖപ്പെടുത്തി. മെർക്കുറി 50 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. മുകേഷ്പൂരിലും നരയിലുമാണ് ദേശീയ തലസ്ഥാനത്ത് ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തിയത്. വിക്ഷേപണത്തിന്റെ പൊട്ടിത്തെറിച്ച് ഉത്തര കൊറിയയുടെ റോക്കറ്റ്. തിങ്കളാഴ്ച റോക്കറ്റ് വിക്ഷേപിച്ചതിന് തൊട്ടു പിന്നാലെ പൊട്ടിത്തെറിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാസയിലെ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ ഇസ്രായേൽ ആയുധ കമ്പനിയുടെ വരുമാനത്തിൽ വർധന. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 11.5% വരുമാന വർധനയാണ് ഇസ്രായേൽ ആയുധ നിർമ്മാണ കമ്പനിയായ എലിബിറ്റ് സിസ്റ്റത്തിനുണ്ടായത്. ഹെലനിസ്റ്റിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കുട്ടിയുടേതെന്ന് കരുതപ്പെടുന്ന 2300 വർഷം പഴക്കമുള്ള സ്വർണ്ണമോതിരം ജെറുസലേമിലെ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. ചുവന്ന രത്നം പതിപ്പിച്ച മോതിരം കോട്ടങ്ങളൊന്നും സംഭവിക്കാതെ പുതിയതുപോലെയാണ് ഇരിക്കുന്നതെന്ന് ഇസ്രായേൽ ആന്റിക്വിറ്റീസ് അതോറിറ്റി പറഞ്ഞു. ഒരു ദശാബ്ദത്തിന് ശേഷം സിറിയയിൽ വീണ്ടും സൗദി അറേബ്യ അംബാസിഡറെ നിയമിച്ചു. സിറിയയിലെ സൗദിയുടെ പുതിയ അംബാസിഡറായി ഫൈസൽ അൽ മുജ്ഫലിനെയാണ് നിയമിച്ചത്. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിനും നോർവേയും അയർലൻഡും. ഗാസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. കനേഡിയൻ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ നിന്ന് ഡീപ്പോർട്ടേഷൻ ഭീതി നേരിടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ 4 ദിവസമായി നിരാഹാര സമരത്തിൽ.
മെയ് 28 മുതൽ ദ്രാവകം കഴിക്കുന്നത് പോലും ഒഴിവാക്കി സമ്പൂർണ്ണ നിരാഹാര സമരം നടത്തുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ യുവതി ഫ്ലോറിഡയിലുണ്ടായ കാർ അപകടത്തിൽ മരിച്ചു. ഫ്ലോറിഡ അറ്റ്ലാന്റിക് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയായ സൗമ്യയെ മെയ് 26-ന് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അമിത വേഗതയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള ബിൽ ഡെൻമാർക്ക് പാർലമെന്റ് വോട്ടിനിട്ട് തള്ളി. സ്വതന്ത്ര രാജ്യമായി പരിഗണിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ പലസ്തീനില്ലെന്ന് ഡാനിഷ് വിദേശകാര്യമന്ത്രി ലാർസ് ലോക്കി റാസ്മുസൻ പറഞ്ഞു. ഒമാനിൽ ഇന്ത്യൻ സ്കൂളുകളിൽ 10-12 പരീക്ഷയിൽ 2ാം സ്ഥാനം നേടിയ സലാല ഇന്ത്യൻ സ്കൂളിനെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സലാല KMCC ആദരിച്ചു. KMCCയുടെ 40ാം വാർഷികത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ കമ്മിറ്റി നടത്തിയ കലാവിരുന്ന് 2024 പരിപാടിയിൽ വെച്ചാണ് ആദരം നൽകിയത്. കുവൈറ്റിലെത്തി 3 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ സ്വകാര്യ മേഖലയിലെ കമ്പനികളിലും സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് സമാനമായ മറ്റു തൊഴിലുടമയിലേക്ക് വിസ മാറാനുള്ള അനുമതി ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മസ്കറ്റിലെ ടൂറിസം പദ്ധതികൾക്ക് ഊർജ്ജം പകരുന്ന മത്ര വാട്ടർഫ്രണ്ട് പദ്ധതിയുടെ വികസനം സംബന്ധിച്ച് മസ്കറ്റ് മുനിസിപ്പൽ കൌൺസിലിൽ ചർച്ച ചെയ്തു. മസ്കറ്റ് ഗവർണർ സയ്യിദ് സൗദ് ബിൻ ഹിലാൽ അൽ ബിസായിദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മസ്കറ്റ് മുനിസിപ്പൽ കൌൺസിലിന്റെ ഈ വർഷത്തെ 5ാമത്തെ യോഗത്തിൽ വാട്ടർഫ്രണ്ട് പദ്ധതി സംബന്ധിച്ച് ചർച്ച ചെയ്തു. റിയാദ് കേളി കലാ സാംസ്കാരിക വേദി മലാസ് ഏരിയ മലാസ് യൂണിറ്റ് അംഗം അരുണിന് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. കഴിഞ്ഞ 3 വർഷമായി ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തിരുന്ന അരുൺ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ സ്വദേശിയാണ്. ദുബായിൽ വാഹന സംബന്ധമായ പിഴകൾ ഇനി നേരിട്ട് അടയ്ക്കാനാവില്ല. നവീകരിച്ച ആപ്പ് വഴി പിഴകൾ അടയ്ക്കണമെന്ന് RDA വ്യക്തമാക്കി. മെയ് 26 മുതൽ വാഹന പിഴകൾ ഉപഭോക്തൃ സന്തോഷ കേന്ദ്രങ്ങളിലോ സേവന കേന്ദ്രങ്ങളോ സ്വീകരിക്കുന്നില്ല. ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ചരിത്രരേഖകൾ സമാഹരിച്ച ഡിജിറ്റൈസേഷൻ പദ്ധതിക്ക് സമാപനമായി. ഒമാനിലെ ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയായിരുന്നു രേഖകൾ ഡിജിറ്റൈസേഷൻ ചെയ്തത്. ഖത്തറിൽ നടന്നുവരുന്ന സിറ്റി എക്സ്ചേഞ്ച് കിയ ചാമ്പ്യൻസ് ഫുട്ബോൾ ലീഗ് 2024 മത്സരത്തിലെ ആദ്യ സെമിയിൽ MBM കെയർ ആൻഡ് ക്യൂർ FC ഫൈനലിൽ പ്രവേശിച്ചു. ദോഹ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 2 ഗോളുകൾക്ക് ലാൻഡ് റോയൽ മാക് FCയെ പരാജയപ്പെടുത്തിയാണ് MBM കെയർ ആൻഡ് ക്യൂർ FC ഫൈനലിൽ പ്രവേശിച്ചത്. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.